ഹലോ നമസ്കാരം. മുറ ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എന്താ വെച്ചാൽ മിൽക്കി വൈറ്റ് ഐസ്ക്രീം അവരുടെ ഫാമിലത്തെ വീഡിയോ ആണ്. ഈ ഫാമിലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നല്ല സെമൻ കൊണ്ടുവന്നിട്ട് കുത്തി വെച്ചിട്ട് നല്ല എരുമക്കുട്ടികൾ, ആ എരുമകൾ തന്നെ വീണ്ടും വീണ്ടും കുത്തിവെച്ചിട്ടുണ്ടായ കുട്ടികൾ, അത് സുൽത്താൻ ബുള്ളിൻ്റെയും M29 ബുള്ളിൻ്റെയൊക്കെയാണ് സെമൻ കൊണ്ടുവന്നിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും നല്ല കുട്ടികളുണ്ടായിട്ടുണ്ട്. അത് എരുമയുടെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരിട്ട് പോയിട്ട് എടുത്ത കാരണം അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കൂടെ കാണുമ്പോൾ അതിൻ്റെ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവരുടെ ഒരു കാര്യം എന്താ വെച്ചാൽ അവരത് ആ പാല് അവർക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ഥലം വരുന്നത് തൊടുപുഴയിൽ ഈ ഫാമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഐസ്ക്രീം ഫാക്ടറി. അപ്പോൾ അവിടെ തന്നെ ആ പാലെടുത്തിട്ട് ഫാക്ടറിയിലേക്ക് കൊടുത്തിട്ട് അവിടെ തന്നെ അവരത് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ്. പിന്നെ വേറെ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, 10 മാസം പ്രായം, വെറും 10 മാസം പ്രായം. അതിനൊരു ലൈവ് തൂക്കം ഒരു 200-230 കിലോ എന്തായാലും ഉണ്ടാവും. അത് കണ്ടപ്പം തന്നെ എൻ്റെ കിളി പോയി. എന്നുവെച്ചാൽ അത്രയും വെയിറ്റ് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് അതൊരു വലിയൊരു ബുള്ളാവുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതല്ല, അത് 10 മാസം പ്രായമുള്ളൂ പറഞ്ഞത്. അപ്പോൾ അതിന് അവസാനം കാണിക്കുന്നുണ്ട്. അതിനെ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും സൈസും കാര്യങ്ങളും. പിന്നെ ഒരുവിധം എരുമകൾ അവിടെ ഉണ്ടായ എരുമകളാണ്, അതിൻ്റെ സൈസും. പിന്നെ അവർ മുന്നത്തെ ഒരു വീഡിയോയിലൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു എരുമ നിന്നിരുന്നു. ഇപ്പോൾ അതവിടെ ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നല്ല ഒരു ഉഷാറ് വീഡിയോ ആണ്, കാണുക. 10-25 എരുമ തന്നെ ഉണ്ട് അവിടെ, മൊത്തം കുട്ടികളും കൂടിയിട്ട്. അപ്പോൾ അവിടുത്തെ ചെറിയ കുട്ടികളെ കൊടുക്കും, 2 കുട്ടികളെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഓക്കെ, നല്ല നല്ല വീഡിയോസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഫാമിൻ്റെ ഓണറായ ജാക്സൺ ഭായി ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നിലവിൽ എത്ര എരുമകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇവിടെ 26-27 എരുമകൾ, കിടാക്കളും വലുതും ചെറുതും എല്ലാം ആയിട്ട് 26-27 എണ്ണത്തോളം എപ്പോഴും ഉണ്ടാവും. ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിലിപ്പോൾ പാലും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? കൂടുതലായിട്ട് പാല് നമ്മളിവിടെ ഒരു ഐസ്ക്രീം ഫാക്ടറി ഉണ്ട്, മിൽക്കി വൈറ്റ് ഐസ്ക്രീം ഫാക്ടറിയിലേക്ക് പാല് മെയിനായിട്ടും പാൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്കൽ സെയിലൊന്നുമില്ല? ലോക്കൽ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേർക്ക് വരുന്നവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഓരോ എരുമകളും നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഫാമിലേക്ക് കയറാം. ഓക്കെ. ഇതാണ് നമ്മൾ ഫാമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നമുക്ക് എരുമേനെയും പരിചയപ്പെടാം. ഇവിടെ നിന്ന് തുടങ്ങാം. ഇതിലിപ്പോൾ 2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്നാണെന്നല്ലേ പറഞ്ഞത്? അതെ. അതെ അല്ലേ? അതിൻ്റെ കുട്ടികളാണ്. ഇതിവിടെ ഉണ്ടായതല്ലേ? ഇതിവിടെ ഉണ്ടായത് പോത്തും കുട്ടിയാണല്ലോ ഇത്? പോത്തും കുട്ടി. ഇത് പേടിയുണ്ട്. ഇത് 9 മാസം പ്രായമുള്ളൊരു പോത്തും കുട്ടിയാണ്. ഇതിപ്പോൾ ഏത് സെമൻ ഉപയോഗിച്ചിട്ടാണ്? ഇത് M29 കുട്ടിയാണ്. M29 കുട്ടിയാണ്. ഇവിടെ നിൽക്കുന്ന ആ എരുമയുടെ ഒരു കിടാവാണ്. M29 കുട്ടിയാണിത്. 9 മാസം പ്രായം. 9 മാസം പ്രായമായിട്ടുള്ളത്. നോക്കൂ, അതിൻ്റെ വലിപ്പം കണ്ട, അതിൻ്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. കണ്ട ഹെഡും കാര്യങ്ങളും. പേടിയുണ്ടല്ലേ? ഇതിന് ചെറിയ പേടിയുണ്ട്. പിന്നെ ഇത് മുറ സൈസിലുള്ള ഒരു എരുമയാണ്. പ്രസവിക്കാനായി ഒരു 15 ദിവസം കൂടെ ബാക്കിയുണ്ട് പ്രസവിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഇതിലിപ്പോൾ ആകെ ഇപ്പോൾ ഒരു 4 എണ്ണം വെച്ചിട്ട് ബാക്കി എല്ലാവരും അല്ല പ്രഗ്നൻ്റ് ആയിട്ട് എല്ലാം തന്നെ ചെനയാണല്ലേ? അപ്പോൾ നമുക്ക് അടുത്തന്നെ കാണാം. ഇതൊരു ഇവിടെ പ്രസവിച്ചുണ്ടായതാണ്. ഇവിടെ പ്രസവിച്ചുണ്ടായ ഒരു എരുമക്കുട്ടിയാണ്. ഇത് കുത്തിവെക്കാറായല്ലോ? കുത്തിവെക്കാറായതാണ്.
കുത്തിവെക്കാൻ ഇത് correct ഇതിൻ്റെ time ആയ അത് കുത്തിവെക്കുള്ളൂ. അത് സുൽത്താൻ്റെ കുട്ടിയാണല്ലോ. കുട്ടിയാണ്, സുൽത്താൻ്റെ കുട്ടിയാണ്. നമുക്ക് അതിൻ്റെ നല്ല അത്യാവശ്യം സൈസിനും കാര്യങ്ങളുണ്ട്. ചത്തുപോയ സുൽത്താൻ്റെ അല്ല, രണ്ടാമത് വേറെ ഒരു സുൽത്താനുണ്ട്. ആ സുൽത്താൻ്റെ സെമനാണത്. അതിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഈ സുൽത്താൻ ഇപ്പോൾ പറഞ്ഞ സുൽത്താൻ. അതുണ്ടല്ലേ. ഇത് ഒരു എരുമക്കുട്ടിയാണ്. നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു എരുമയുടെ കിടാവാണ്. ആ വലിയ എരുമയുടെ തന്നെയല്ലേ? അതിൻ്റെ അപ്പുറം കാണിക്കുന്നത്. ആ കുട്ടൻ്റെ അപ്പുറം നിൽക്കുന്ന എരുമ അത് അവിടുന്ന് കാണിക്കും. ഹരിയാനയിൽ നിന്ന് ഫസ്റ്റ് ലോഡ് വന്നപ്പോൾ ഉണ്ടായിരുന്ന എരുമയാണ്. അതെ അല്ലേ? അതിൻ്റെ നാലാമത്തെ കുട്ടിയാണ്. അതേതാണ്? അത് M29. M29 കുട്ടി തന്നെയാണ്. കുട്ടി തന്നെയാണത്. ഇത് M29 ഇല്ലില്ല, ഇത് M29 കുട്ടി തന്നെയാണെന്ന് പറയണത്. നമുക്ക് നല്ല ക്വാളിറ്റി സൈസ്. പിന്നെ ഇൻസെമിനേഷൻ ചെയ്തു. അപ്പോൾ അത് ആഘോഷമായിപ്പോയി. ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായത്. അതിൻ്റെ ഇതിന് ശേഷമുള്ള കുട്ടൻ കിടാവാണ് അവിടെ നിൽക്കുന്നത്, അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഇപ്പോൾ നിലവിൽ അടുത്ത് നിൽക്കുന്നത് ഈ കിടാവിന് ശേഷമുള്ളത്. അതായത് 5ാമത്തെ കിടാവ്. ഇപ്പോഴും ആ എരുമ പ്രഗ്നൻ്റ് ആണ്, 6 മാസം പ്രഗ്നൻ്റ് ആണ്. ആ കുട്ടൻ കിടാവ് M29. അത് അവിടെ നിന്ന് എടുക്കാമല്ലേ? പിന്നെ അടുത്തത് ഇതും സുൽത്താൻ്റെ അതിൻ്റെ അതേ സെമൻ വേറൊരു എരുമയ്ക്ക് ഇൻസെമിനേഷൻ ചെയ്തിട്ടുണ്ടായതാണ്. സുൽത്താൻ എന്ന് പറയുന്നത് മറ്റേ വേറെ സുൽത്താനാണ്. രണ്ടാമത്തെ സുൽത്താൻ. അങ്ങനൊരു എരുമക്കിടാവാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ കുത്തിവെക്കാറാവുന്നതാണ്. ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്, എന്നാലും അത്യാവശ്യം. പിന്നെ ഇതിവിടെ നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു എരുമയുടെ കിടാവാണ്. 14-17 ഇവിടെ ഉണ്ട്, നിലവിൽ എരുമയുണ്ട്. അതിൻ്റെ കിടാവാണ്, അതിൻ്റെ കുട്ടിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ 3 കിടാക്കളും ഏകദേശം ഒരേ ഏജിലുള്ളതാണ്. ഇത് ഈ നടുക്ക് നിൽക്കുന്ന ഒഴികെ അപ്പുറം നിൽക്കുന്നതും ഇത് രണ്ടും ഒരേ ഏജിൽ ഉള്ള ഒരു എരുമ കിടാക്കളാണ്. അവരെ 3 പേരെ ഒരുമിച്ച് ഇൻസെമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക. ഒരു 2-3 മാസത്തിനുള്ളിൽ ചെയ്യില്ലേ? ഇത് കുട്ടികൾ ഇപ്പോൾ ഇതിൻ്റെ ഈ എരുമയുടെ കുട്ടികൾ തന്നെയാവില്ല, അപ്പുറത്തെ കൂട്ടി നിൽക്കുന്ന എരുമകളുടെ കുട്ടികളാണ്. ഇത് സുൽത്താൻ്റെ കിടാവ്. ഇത് M29. ഇതിവിടെ നല്ല പാല് കിട്ടിയ ഞങ്ങൾക്ക് ഇവിടെ നല്ല പാല് കിട്ടിയ എരുമകളുടെ കിടാക്കളെ മാത്രമേ ഞങ്ങൾ ഈ രീതിയിൽ നിർത്തുകയുള്ളൂ. അല്ലാത്തതിനെ ഒഴിവാക്കുകയുള്ളൂ. ചെറിയ രീതി പാല് നല്ല രീതിയിൽ വന്നതിൻ്റെ കിടാക്കളെ മാത്രമേ, അതും നല്ല സമയം തന്നെ കുത്തിവെച്ച് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച് കിടാവിൻ്റെ ഇതിൻ്റെ ഫാദറിൻ്റെ തള്ളയ്ക്ക് എന്തോരം പാല് കിട്ടി അതിനെക്കുറിച്ചൊക്കെ നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ഞങ്ങളിവിടെ ഇൻസെമിനേഷൻ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ എത്ര മാസം അതിൻ്റെ? ഒരു 8 മാസം അതിൻ്റെ? 8 മാസം ആയി. 8 മാസം കഷ്ടിയായതേ ഉള്ളൂ രണ്ടും. അപ്പോൾ പാല് കുടി നിർത്തിയതേ ഉള്ളൂ രണ്ടും. ഇതിനെ കറക്കാൻ വേണ്ടിയിട്ട് അഴിച്ചു വിട്ടുകൊണ്ടിരുന്നതാണ് ഒരു 10-15 ദിവസം മുമ്പ് വരെ. ആ ചെന പിടിക്കാതെ പോണേ അത് ആദ്യത്തെ M29 നമ്മുടെ ഈ കൂട്ടിലെ. എത്ര കൊല്ലം അതിൻ്റെ അത്? 5-8 കൊല്ലം ഉണ്ട്. അല്ല, അത് നമ്മുടെ അതിലും മുന്നേ ഉള്ളതായിരുന്നു കേട്ടോ, കുട്ടൻ.
ആ വലിയ കുട്ടനെ കൊടുത്തത്. ആ മുഖം വന്നാണ് മറ്റൊരു പരീക്ഷിച്ച് അവിടെ എടിയിലാണ് 4ാമത് വെപ്പുണ്ട്. അതാണല്ലേ जाजो बुली 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 कितना नंबर में रुकता है? 5 ആണോ? മനസ്സിലായി. അവസാനം പോണത് ചേട്ടാ 5ാമതാണേ. അവസാനം പോണത് അങ്ങോട്ട്. ഇതിപ്പോ അധികം നാളാണല്ലേ ഇത് എന്ന് പറഞ്ഞു. ഇത് ആ ചത്ത് പോവാത്ത സുൽത്താനില്ല, ആ പോയ സുൽത്താൻ. ആ അതിന്റെ ഗ്രാവാണ്. ആ മീനിയില്ലേ. അതാ ഞങ്ങളെ ഏറ്റവും വലിയൊരു അതില് സുൽത്താന്റെ സമൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ സൈസ് ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം അറിയാം നമുക്ക്. വീഡിയോയിലേ മനസ്സിലാവില്ല, സൈസ് അതിൻ്റെ മനസ്സിലാവില്ലല്ലോ. ഇത് പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മേടിച്ചെന്നുള്ളൊന്ന് കൊടുത്താണ്. ഇതിന്റെ കുട്ടി ഇപ്പൊ ഒരു പ്രസവം കഴിഞ്ഞ് 2ാമത് കുത്തി വെച്ചേക്കുക. ഇതിന്റെ കുട്ടി ഇപ്പൊ നിൽക്കണ്ട. ഇതിന്റെ കുട്ടി എന്തിനാ ഇതിന്റെ കിടാവായിരുന്നു ചേട്ടാ. അത് പ്രാന്തന്റെ കിടാവല്ല. ഇതിന്റെ കുട്ടിയാണ് ഏറ്റവും നിൽക്കണ കുട്ടി. അത് നേരത്തെ ഒരു മിസ്റ്റേക്കിന് പറ്റിയതാണ്. ഇത് അവസാനം നിൽക്കണ കുട്ടി. ഇത് അവസാനം നിൽക്കണ പോത്തും അതിനെ നിർത്തി തന്നെയാണല്ലേ. അതിനെ നിർത്തി തന്നെയാണല്ലേ. ഇവിടെ നിർത്തി തന്നെയാണല്ലോ. ഇതിന്റെ ഇപ്പൊ 2ാമത്തെ പ്രസവത്തിന് കുത്തി വെച്ചേക്കുക. ഇതിപ്പോ ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ പ്രസവിക്കും. 1.5 മാസത്തിനുള്ളിൽ. ഇപ്പൊ 2ാമത്തെ പ്രസവം. 2ാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു 45 ദിവസം അങ്ങോട്ട് എടുക്കും പ്രസവിക്കാനായിട്ട്. സുൽത്താന്റെ ഒറിജിനൽ ഫസ്റ്റ് സുൽത്താന്റെ സമൻ കുത്തിവെച്ച് നമ്മൾ അന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ എരുമയ്ക്ക് കുത്തിവെച്ചുണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും ലെങ്തും കാര്യങ്ങളും എല്ലാം സുൽത്താന്റെ സമൻ വെച്ചുണ്ടായ എരുമയാന്ന് പറയണത്. നല്ല സൈസിനുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇത് കിടന്നിങ്ങനെ അങ്ങോട്ട് തട്ടി കളിക്കണം. ഇത് അതാ ഇനത്തിലില്ലാത്തതിൻ്റെ എല്ലാത്തിലും കാണിക്കും. അത് ഇത് നിങ്ങൾ കണ്ടോ, എല്ലാം അനങ്ങുന്നുണ്ടോ? ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ നല്ലൊരു കിടാവ് പ്രസവിക്കാൻ ഇനിയൊരു 15 ദിവസം. 15 ദിവസം കൂടെ ഫുള്ള് ഡെലിവറിക്ക് എല്ലാം ആയി. ഇത് രണ്ടാമത്തെ. ഇത് മറ്റേ ഇത് സമൻ ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കിടാവ്. മറ്റേ വേറെ സമനാണ്. 14-17 ദിവസം. 14-17 സമൻ കുത്തിവെച്ചിട്ടുണ്ടായ എരുമ 10-15 ദിവസം കൊണ്ടുള്ള പ്രസവിക്കാം. ഷെയ്ഡ് വരുന്നുണ്ട് ആ ലൈറ്റിൻ്റെ. ഇതൊന്നും നല്ലൊരു പ്രസവിക്കാനാകുമ്പോഴത്തേക്ക് ഇങ്ങ് വീറി വരും മടിയൊക്കെ. ഇതിപ്പോൾ ഏതാ കുത്തി വെച്ചേക്കണത്? ഇത് M29 കുത്തി വെച്ചാണ്. 29ൻ്റെ സെമൻ കുത്തി വെച്ചിട്ടുണ്ട്. കുത്തി വെച്ചിട്ടുള്ളതാണ്. അകിടൊന്നും കൂടി വരാണ്ട അല്ലേ? അകിടിനൊരു ഇനിയാ വരുന്നത്. ഇനിയും 15 ദിവസം കൊണ്ട് ഫുള്ള് വീറും ഇങ്ങോട്ട്. ഇത് നമ്മൾ അങ്ങന്ന് കൊണ്ടുവന്ന ഒരു എരുമയാണ്. പുള്ളിക്കാരി ഒരു ഇച്ചിരി പ്രശ്നക്കാരിയാണ്. ഞാൻ കണ്ടു. കുഴപ്പമൊന്നുമില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കിടന്ന് ഈ തെറിക്കും. പരിചയമില്ലാത്തവരെ കണ്ടാൽ മാത്രം ഒരു ഇല്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതും ഇവിടെ ഉണ്ടായത്. ഇത് നല്ല പാല് നമുക്ക് നല്ല പാല് കിട്ടിയ ഒരു എരുമയാണ്. ഇതിൻ്റെ കിടാക്കളില്ല. കിടാക്കൾ കുട്ടൻകിടാവായിരുന്നു. അത് കൊടുത്തുപോയി. ഇപ്പം കുത്തി വെച്ചിട്ട്
ചെന പിടിച്ചിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുക, 2 നേരം കറവയുണ്ട്. 2 നേരം കൂടെ ഇപ്പോൾ ഒരു 12 ലിറ്റർ പാലോളം പാലും കിട്ടുന്നുണ്ട്. ആ ഇത് നല്ല അരിമാണ്, അത്യാവശ്യം പാല് കിട്ടിയ മെയിനാണ്. അവളും അതിൻ്റെ അടുത്തേക്ക് അധികാണ്ട് പോകാണ്ടിരിക്കുന്നത് നല്ലത്. ഇതിവിടെ കുട്ടൻ അല്ലേ? ഇത് നമ്മുടെ M29 കൂട്ടൻ. അതായത് അവിടെ കാണിച്ച വലിയ എരുമക്കിടാവിൻ്റെ നേരെ അനിയനാണ്. ഇതിൻ്റെ അവരുടെ 2 പേരുടെയും തള്ളയാണ് ഈ നിൽക്കുന്നത്. ഈ എരുമയാണ് നമുക്കിവിടെ ഏറ്റവും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നേക്കുന്ന എരുമ. അതായത് നമ്മളിപ്പോൾ ഒരു 5 കിടാക്കൾ, അതിൽ ഏറ്റവും ലാസ്റ്റ് കിടാവാണിത്. എല്ലാവരും ഈ ലെവലിൽ നിൽക്കും. ഏറ്റവും കൂടുതൽ മെച്ചുണ്ടായത് ഏറ്റവും കൂടുതൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നേക്കുന്ന ഒരു എരുമയാണ്. 5 കിടാക്കളെ തന്നെ എല്ലാ കിടാക്കളെയും ഒരു 8-9 മാസമായപ്പോഴത്തേക്കും 70,000-75,000 രൂപയ്ക്ക് വിറ്റതാണ്. അതിൻ്റെ അകത്ത് ഒറ്റ പെൺകിടാവേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു പെൺകിടാവാണ്, ഒരു എരുമക്കിടാവാണ് ആ നിൽക്കുന്നത്. ഒറ്റ എരുമക്കിടാവേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 4 കുട്ടൻകിടാക്കളായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റിലത്തെ കുട്ടൻകിടാവിനെ മാത്രം നമ്മളിവിടെ ഫുള്ള് വളർച്ച ഏകദേശം ഒരു 4.5 വയസ്സ് വരെ നമ്മളിവിടെ നിർത്തി. 4.5-5 വയസ്സോളം ഇവിടെ നിർത്തി, എന്നിട്ടാണ് വിറ്റത്. ഇതിനിപ്പോൾ എത്ര 2 വയസ്സിന് പോരല്ലോ? ഇതിനോ? ഇതിന് 10 മാസം പ്രായമുള്ളൂ. 10 മാസമായിട്ടുള്ള കറക്റ്റ് 10 മാസം പ്രായമുള്ളൂ. 10 മാസമായിട്ടുള്ള ഒരു പോത്താണ് കാണുന്നത്. അതിൻ്റെ സൈസ് ഇത് കൂടെ മനസ്സിലാവില്ല ശരിക്ക്. ഇത് ലൈവ് തൂക്കം എത്ര ഉണ്ടാവുമെന്ന് അറിയോ? 236 റേഞ്ച് ഉണ്ടാവും എന്തായാലും ലൈവ് തൂക്കം. ഇത് ഫോണിൽ കൂടെ ക്യാമറ കൂടെ കാണുമ്പോൾ തൂക്കം മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ സൈസ്. അതിൻ്റെ മദർ ഇപ്പം ഒരു 6 മാസം പ്രഗ്നൻ്റാണ്. 5 മാസം വരെ ഒരു 15 ദിവസം മുമ്പ് വരെ ഇതിനെ വിട്ട് കറന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വിട്ടാലും പോയി കുടിക്കും. തള്ളയ്ക്ക് കുഴപ്പമില്ലതാണ്. പക്ഷെ അങ്ങനത്തെ കിട്ടാൻ ഭാഗ്യം, അങ്ങനത്തെ വരുമാനം കിട്ടാൻ. എരുമകൾക്ക് ഒരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 4 മാസം പ്രഗ്നൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറപ്പിക്കുകയില്ല. ഒരു നേരമെങ്കിലും ആക്കും. 2 നേരം കറപ്പിച്ചുകൊണ്ടിരുന്ന എരുമയാണ്. അങ്ങനെ ഒരു എരുമയാണത്. അത് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ തള്ളയുടെ ഒരു ക്യാരക്ടർ ഇതിൻ്റെ കിടാക്കെല്ലാം ഉണ്ട്. കുട്ടൻകിടാക്കളാണെങ്കിൽ പൂർണ്ണ വളർച്ചയാകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ആരോഗ്യം കാണിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തള്ളയ്ക്കും ഉണ്ട് അത്. അപ്പോൾ 10 മാസമായ ഒരു പോത്താണ് കാണുന്നത്. അതിൻ്റെ വയസ്സ് നമ്മൾ ഈ സൈസിനനുസരിച്ച് നോക്കുമ്പോൾ വയസ്സ് ഇതിനായിട്ടും കൂടുതലാണ് പറയുക. പക്ഷേ വെറും 10 മാസം പ്രായമാണ്. അതാ പാലുകുടിയുടെ വ്യത്യാസം. പിന്നെ പാലുകുടി ശരിക്കും 75-80 ദിവസത്തോളം ഈ 10-16 ലിറ്റർ പാലോളം കിട്ടുന്ന ഒരു എരുമയുടെ ഒരു കാമ്പ് ഫുള്ള് കുടിപ്പിക്കുക. അപ്പോൾ ആ പാല് പതിയെ നിർത്തുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും മാക്സിമം നല്ലോണം മറ്റേ നമ്മൾ മീൻ നെയ്യ് ഒരു ദിവസം മുടക്കില്ലായിരുന്നു. ഫുള്ള് മീൻ നെയ്യ് കൊടുത്ത് അതിൻ്റെ കൂടെ ഇത് കയറി വരും. ഒരു ഓയിലി ആയിട്ടുള്ളൊരു എന്തെങ്കിലും നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ബഫലോസിന്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. അല്ല, അത് ഫീമെയിലും വേണമെന്നാണ് പറയുന്നത്? ഫീമെയിലിനും വേണം. അത് യൂട്രസിൻ്റെ വളർച്ചയ്ക്കും തള്ളാണ്ടിരിക്കാനല്ല, യൂട്രസ് നമുക്ക് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഇൻസെമിനേഷൻ നടത്തുമ്പം യൂട്രസിന് അതിൻ്റേതായ കട്ടിയും ആ ഒരു ഇതില്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് കുറയും. അപ്പോൾ യൂട്രസിൻ്റെ ഒക്കെ ഏറ്റവും വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാധനമാണ് ഈ മീൻ നെയ്യ്, കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുമായിരുന്നു. ഇതില്ലേ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഒരാൾ പറഞ്ഞു കേട്ടത് നമ്മൾ ഈ ഓരോ പ്രസവം കഴിയുന്തോറും ഈ ഗർഭപാത്രം കഴുകുന്നതല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് ഡെലിവറിയുടെ ടൈമിൽ എന്തെങ്കിലും, അതായത് ഇപ്പം യൂട്രസ് ഡെലിവറിക്ക് മുമ്പായിട്ട് ചെറുതായിട്ട് ബൾജ് ചെയ്ത് വരുന്ന ആ ഒരു കേസോ അങ്ങനെയുള്ള കേസുകളില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഹീറ്റിന് നമ്മൾ കാണുമല്ലോ. ഫസ്റ്റ് ഹീറ്റ് കാണുമ്പോൾ ക്ലിയറായിട്ടുള്ള ഡിസ്ചാർജാണ് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഹീറ്റിൻ്റെ ഡിസ്ചാർജിനകത്ത് എന്തെങ്കിലും ഈ പസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത് പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻസ് ഉണ്ട്.
അത് കുറച്ച് ഞങ്ങളിവിടെ കൊടുക്കുന്നത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. ഹോമിയോ മരുന്നാണോ? അല്ലല്ല, ആയുർവേദിക്കാണ്. ആ, അരികളാറ് ജീരകം എന്ന് പറയും. അതെല്ലാം കൂടെ ശർക്കര പാനി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്ത് അത് വേവിച്ച് കൊടുക്കുകയായിരുന്നു. അത് 6 ദിവസം കൊടുക്കും. ഇപ്പോൾ ഇതിന് നല്ല ഹോമിയോ മരുന്ന് നല്ല ഒരു എഫക്റ്റീവാണെന്ന് പറയണം. ഹോമിയോ മരുന്ന് നല്ല എഫക്റ്റീവാണ്. സ്കിൻ ഡിസീസസിന് ഏറ്റവും നല്ലത് ഹോമിയോ മരുന്ന്. ഇതെങ്കിൽ ഈ കിടാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രോമം എല്ലാം പോയി സ്കിന്ന് മാത്രമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അന്നേരം ഈ ഈച്ച കടിച്ച് ചെറിയ അവിടെ ഇവിടെ സ്കിൻ ഡിസീസസ് ഉണ്ടാവും. ഈച്ച അങ്ങനെയുള്ള ഇത് കടിച്ച്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഹോമിയോ മരുന്ന്. ആ, നമുക്ക് അടുത്തതിനൊന്ന് കാണാം. അടുത്തത് ഇത് നമ്മൾ സേലത്തു നിന്ന് കൊണ്ടുവന്ന എരുമയാണ്. ഇതിന് അത്യാവശ്യം ഒരു പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ അതിന് നല്ലൊരു പാല് നല്ലൊരളവിൽ അത്യാവശ്യം കിട്ടിയത് കാരണം പിന്നെ ഇൻസമിനേഷൻ ചെയ്ത് നമ്മുടെ ഇവിടെ പ്രസവിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല ഇപ്പം കറന്നുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇൻസമിനേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകാനും ചെന പിടിക്കാനും എല്ലാം ഒരു എളുപ്പമായത് കാരണം പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്ത് നിർത്തിയതാണ്. സേലത്തു നിന്ന് കൊണ്ടുവന്നിരുന്നു. പറഞ്ഞു സേലത്തു നിന്ന് കൊണ്ടുവന്നു. ശരി താങ്ക്സ്. ഈ കുട്ടികളും അപ്പോൾ ഈ കിടാവ് ഇതിൻ്റെ ഈ എരുമയുടെ ഇതൊരു പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം ഒരു സ്കിന്നിന് കളറുണ്ടല്ലേ. ഇത് അവിടെ നമ്മൾ കണ്ടില്ലേ ആ സുൽത്താൻ്റെ സെമൻ കുത്തി വെച്ചുണ്ടായതാണ്. അതിൻ്റെ അനീത്തി കിടാവാണിത്. അതിന് ശേഷം ആ എരുമയ്ക്കുണ്ടായ എരുമക്കിടാവാണിത്. ഇതിൻ്റെ കിടാവാണ് ഇത്. ഈ കൂട്ടം കിടാവ്. ഇതിലേതെങ്കിലും കുട്ടികളിപ്പോൾ സെയിൽ അങ്ങനെ കാര്യങ്ങളുണ്ടോ? അത് നമുക്കിപ്പം വീഡിയോ അവസാനം പറയാമല്ലോ. അത് നമുക്ക് അതിനെ രണ്ടിനെ ഒന്ന് കാണിക്കണം. ആ പോത്തും കിടാക്കളെ രണ്ടിനെ ഒന്ന് കാണിച്ചാൽ. ലൈറ്റിൻ്റെ ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ടെന്നാലും കാണാം. ഇതും അവിടെ പറഞ്ഞ പോലെ നമ്മൾ സേലത്തുനിന്ന് പാലിൻ്റെ ഒരു കുറവ് വന്നപ്പം പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം നല്ലൊരു പാല് കിട്ടിയ കാരണം ഇപ്പോൾ കുത്തിവെച്ച് ഇപ്പം ചെന ചെക്ക് ചെയ്ത് ചെനയുണ്ട്. അപ്പം നമ്മളങ്ങനെ നിർത്തിയേക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ഒരു ഇതുണ്ട്. കറക്കാനാണേലും ഒരു പശുവിനെ കറക്കുന്നതിനെ കഴിഞ്ഞ് എളുപ്പമാണ് അതിനെ കറക്കാനും കാര്യങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു പാല് കിട്ടി. അങ്ങനെ നമ്മൾ പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുവരുന്ന നിങ്ങൾ അത്യാവശ്യം ഒരു പാല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് ഇൻസമിനേഷൻ ചെയ്ത് നോക്കി പിടിച്ചു കഴിഞ്ഞാൽ നിർത്തും, അല്ലെങ്കിൽ ഔട്ട് ചെയ്യും. അപ്പോൾ അവൾ വലിപ്പം കുറവാണെങ്കിലും അത്യാവശ്യം പാല് കിട്ടി ഞങ്ങൾ നിർത്തി. ഇതും ഇവിടെ തന്നെ ഇത് നമ്മൾ അവിടെ ഇപ്പം ഇതിൻ്റെ ചേച്ചി ഇതിൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ആദ്യമേ ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യമേ ഉണ്ടായ ഒരു കിടാവുണ്ട്. ഇതിൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ ആ കിടാവിൻ്റെ കിടാവാണിത്. ആ കിടാവിൻ്റെ ഒരു 10-18 ലിറ്റർ പാലോളം കിട്ടിയതാണ്. പക്ഷേ അതിൻ്റെ ഈ കാമ്പിൻ്റെ ഓപ്പണിങ് ഭയങ്കര ഓപ്പണിങ്ങാണ്. നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാല് വരുന്ന ഒരു വലിയ ഓപ്പണിങ് ആയത് കാരണം എന്തോ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ കയറി ഒരു ഭയങ്കര ഒരു അവിടുവേഗം കയറി പിടിച്ചു. 4 മുലയ്ക്ക് ഒരുപോലെ. അതായത് അന്നത്തെ വിലയ്ക്ക് ഒരു 2 ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടില്ല. 18 ലിറ്റർ പാലോളം കിട്ടിയായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിന്. 18 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ അളവാണ്. പക്ഷേ അതിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഓപ്പണിങ് അത് വേഗം അകിടുവേഗം കയറി പിടിച്ച്. പിന്നെ അതിനൊരു വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില നേരം പെട്ടെന്ന് അങ്ങോട്ട് കറപ്പിക്കത്തില്ല. കിടാവിനെ വിട്ടാൽ പോലും കറപ്പിക്കത്തില്ല. അങ്ങനെ ഫുൾ മടി പാല് കെട്ടി നിന്ന് ആ ടൈമിലാണ് ഈ അകിടുവേഗം കയറി പിടിച്ചത്. പിന്നെ അതിനെ ഒഴിവാക്കുകയത്. അതിൻ്റെ
കിടാവാണ് ഈ എരുമക്കിടാവ്. പക്ഷേ ഇതിനും ഒരു കംപ്ലൈൻറ്റ് ഇപ്പം ചെന പിടിക്കുന്നില്ല എന്ത് ചെയ്തിട്ട്. ഇതിനെ ചിലപ്പം ഇപ്പം ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു, വലിയ താമസിക്കാണ്ട് ഔട്ട് ചെയ്യും. കിടാവ് കണ്ടോ എന്നാ ഇതുവരെ പ്രസവിക്കാത്ത ഒരു കിടാവായി നിൽക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച എരുമ, ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മേടിച്ച കിടാവ്. ഇതിപ്പം ചെന പിടിച്ചു. ഫസ്റ്റിലത്തെ ഡെലിവറിക്കാണ് നമ്മൾ മേടിച്ചത്. ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്. ഒരു 2 മാസം പ്രഗ്നൻ്റ് ആണ്. 2 നേരം കറക്കുന്നുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫസ്റ്റിലത്തെ ഇൻസെമിനേഷൻ തന്നെ പ്രഗ്നൻ്റുമായി, ഒരു കുഴപ്പമില്ല. നല്ല ഡിസിപ്ലിനായിട്ട് പോകുന്നു. അതിൻ്റെ കിടാവാണ് ഈ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന എരുമക്കുട്ടിയാണ്. ഇത് നമ്മൾ ഹൈ റേഞ്ചിൽ ഒരു പുള്ളി ഹരിയാനയിൽ നിന്ന് കുറേ കിടാക്കളെ കൊണ്ടുവന്നിട്ട്, കൂത്തുംകിടാക്കളെ കൊണ്ടുവന്ന്, അതിൻ്റെ കൂടെ ഒരു എരുമക്കിടാവിനെ കൊണ്ടുവന്നു. ഹരിയാനയിൽ നിന്ന് പുള്ളി കൊണ്ടുവന്നാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ആ കൂടെ വന്ന എരുമക്കിടാവാണ്. അപ്പോൾ പുള്ളിക്കിത് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, ഫസ്റ്റിലത്തെ ഡെലിവറിക്ക് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ദൂരെയാണ് പുള്ളിയുടെ ഷെഡും കാര്യങ്ങളും തന്നെ. അപ്പോൾ പുള്ളി ഇങ്ങനെ വിൽക്കാൻ ഇതുപോലെ നിങ്ങളെ പോലെ പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിക്ക് കൃഷിയുടെ ബാക്കി കൃഷിയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കണ്ട് ഇതിനെ കണ്ടു. കഴിഞ്ഞിട്ട് പുള്ളി സത്യസന്ധമായിട്ട് കറന്ന് കാണിക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കോണ്ടാക്ട് ചെയ്ത് പുള്ളി നമ്മൾ പറഞ്ഞ വില, ഇങ്ങനെ ഒരു ഫാമിലേക്ക് കൊണ്ടുപോകാനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞ വിലയ്ക്ക് നമുക്ക് തന്നുവിട്ട്. അന്ന് 3 മാസത്തോളം ആയിരുന്നു പ്രസവം കഴിഞ്ഞിട്ട്. അന്നേരവും നല്ലൊരു പാല് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കിട്ടി. അതെയല്ലേ. അതിൻ്റെ നല്ലൊരു കിടാവുണ്ടായിരുന്നു. അതിനെ പിന്നെ കൊടുത്തു. അത് കിടാവെന്തായിരുന്നു? എരുമക്കിടാവായിരുന്നു. ഇപ്പോൾ ഇത് അവർ 6 മാസത്തോളം ചെനയായിട്ട് നിൽക്കും. ആ കുട്ടി ഇപ്പോൾ അടുത്താണ് കൊടുത്തത്? ഇവിടെ അടുത്ത് തന്നെ കൊടുത്ത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയും. അതിൻ്റെ പുള്ളി കൊണ്ടുവന്ന കുട്ടനെ അങ്ങാണ്ട് നിർത്തി. മുഴുത്ത കുട്ടനായിരുന്നു. ഒരു കുട്ടനെ ഒരു എരുമേനെ ഈ എരുമക്കിടാവിനെ അങ്ങടെ നിർത്തി. ആ കുട്ടനെ കണ്ട് ഇത് ക്രോസ് ചെയ്യിച്ച് ഉണ്ടായ കിടാവായിരുന്നു. അതിവിടെ അടുത്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ്. അതിപ്പോൾ ഏതാണ്ട് നല്ല സൈസായി കിടാവ്. നല്ല ഇപ്പോൾ എനിക്ക് നമ്മൾ അവിടെ 3 കിടാക്കളെ കാണിച്ചില്ല. ആ കിടാക്കളെ കൂടിയ സൈസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഇതിപ്പോൾ 6 മാസം പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കറവയെല്ലാം വിട്ടു നിൽക്കുകയാണ്. ഇത് നമ്മൾ ഹരിയാനയിൽ നിന്ന് അന്ന് കൊണ്ടുവന്ന ഒരു എരുമയുടെ ഒരു മുഴുത്ത എരുമയുണ്ടായിരുന്നു. ലാസ്റ്റ് അതും ചെന പിടിക്കാണ്ട്. ഈ ചെന പിടിക്കാഴിക വലിയൊരു പ്രശ്നമാണ്. അതിനെ കൊടുക്കുമായിരുന്നു ഇതിൻ്റെ തള്ളേനെ. ഇതിപ്പം നിലവിൽ മിനിഞ്ഞാന്ന് 2-3 ദിവസമായുള്ളൂ ചെന ടെസ്റ്റ് ചെയ്തിട്ട്. ചെന ഇത് പോസിറ്റീവാണ്, കുഴപ്പമില്ല നിൽക്കുന്നു. ഇതിൻ്റെ കിടാവാണ് ഏറ്റവും അങ്ങേറ്റത്താണ് നിൽക്കുന്നത്. ഈ 3 എണ്ണത്തിന് അങ്ങേറ്റത്ത് നിൽക്കുന്ന കിടാവ്. ഇതിൽ രണ്ടാമത്തെ പ്രസവമാണത്? ഇത് രണ്ടാമത്തെ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച എരുമ. നല്ലൊരു ഷേപ്പും കാര്യങ്ങളും എല്ലാം ഈ ഒരു ലെവലിലെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ മേടിക്കാറുള്ളൂ. ഇതും അത്യാവശ്യം നല്ലൊരു പാല് കിട്ടി. ഇതും കൂടെ ഒന്നിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. 2ഉം പോസിറ്റീവാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കിടാവാണിത്, ഇരിക്കുന്ന എരുമ കിടാവ്. ഇതിൽ 2 ഈ കാണുന്ന പോത്തും കുട്ടീനെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കാണിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തുള്ളതാണ്. കാണുക. ഇതിനാവശ്യമുള്ളവർ പറയട്ടോ. കമ്പി ഡീറ്റെയിൽസ് ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുടിക്കാം. സ്ഥലം തൊടുപുഴ ഉണ്ടാമറ്റം. ഹാത്തേക്കോ നമുക്ക് വേറൊരു പോത്തും കുട്ടിയുണ്ട്, അതിൻ്റെ അതുകൊണ്ട് എടുക്കാം. ഇതാണ് ഇതിൻ്റെ
ലൈറ്റ് അത്യാവശ്യം ഇപ്പോൾ വരുന്നുണ്ട് എനിക്ക്. ദർശ ബാന്ത് തൊഴുത്തിൽ വെച്ച കണ്ട പോത്ത് തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് പുറത്തേക്ക് ഇറക്കി കെട്ടി. അപ്പോൾ അതിനെ കാണിക്കുകയാണ്. ഇതിനെ കൊടുക്കാൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. ഓ